സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം പിൻവലിക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം രംഗത്ത് വരികയാണ്. ലോക് ഭവന്റെ നിർദ്ദേശമാണ് ഇതെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ ആരോപണം ലോക് ഭവൻ തന്നെ നിഷേധിച്ചു എന്നതാണ് സാഹചര്യം. ഇതോടെയാണ് സർക്കാർ കൂടുതൽ കുരുക്കിലായത്. എന്നാൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിന് തയ്യാറാക്കിയ പ്രോട്ടോക്കോളിൽ വന്ദേ മാതരം ഉൾപ്പെടുത്തിയിട്ടില്ല. ജില്ലകളിലും ഈ പ്രോട്ടോക്കോളിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. വി അരുൺ ചേരുന്നു. അരുൺ, ചീഫ് സെക്രട്ടറിയുടെ സർക്കുലർ ഉത്തരവുണ്ടാക്കിയ വിവാദം അത് സർക്കാരിന് വലിയ ക്ഷീണമാണ്. അതിനെ എങ്ങനെ ന്യായീകരിക്കുമെന്നൊരു വിഷയം ഒരു വശത്ത്. എന്തായാലും ഈ സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകളിൽ വന്ദേ മാതരത്തിൻ്റെ വിവാദ ഭാഗങ്ങൾ ഉൾപ്പെടാതിരിക്കാനുള്ള കൂടുതൽ ജാഗ്രത കാട്ടൽ സർക്കാരിൽ നിന്നുണ്ടാവുമെന്ന് കരുതണം. അങ്ങനെയാണോ പ്രതീക്ഷിക്കേണ്ടത്? സത്യത്തിൽ വന്ദേമാതരം സർക്കാരിന് ആദ്യമായുള്ള തലവേദനയാകുന്നത് വി.ഡി. സതീശൻ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചിരുന്നു. നേരത്തെ തന്നെ സംഘപരിവാർ അനുകൂല നിലപാട് പലപ്പോഴും സ്വീകരിക്കുന്നയാളാണ് സതീശൻ എന്ന വിമർശനം CPM ഉന്നയിക്കാറുള്ളതാണ്. പക്ഷേ അന്ന് ഇത് വന്ദേമാതരം ആലപിച്ചത് സംസ്ഥാന സർക്കാർ തീരുമാനപ്രകാരമല്ല, ലോക് ഭവൻ്റെ നിർദ്ദേശം അനുസരിക്കുക നമ്മുടെ ചടങ്ങുകൾ ക്രമീകരിച്ചത് ലോക് ഭവനാണ്. അതുകൊണ്ടാണ് പൂർണ്ണമായും ആലപിക്കേണ്ടി വന്നത്. പരിപാടിക്കിടെ നിർത്തിപ്പോകാൻ കഴിയില്ലോ എന്ന മറുപടിയാണ് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും കേന്ദ്രം ഈ വന്ദേമാതരം ദേശീയ ഗീതമായി പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ സ്വാതന്ത്ര്യ ചടങ്ങിനെ വന്ദേമാതരം ആലപിക്കണം, സംസ്ഥാന ഗീതത്തിന് ശേഷം വന്ദേമാതരവും ആലപിക്കണം എന്ന നിർദ്ദേശം സംസ്ഥാന ചീഫ് സെക്രട്ടറി വകുപ്പുകൾക്ക്, പ്രത്യേകിച്ച് നിർദ്ദേശ വകുപ്പിന് നൽകിയത്. അതാണ് വീണ്ടും വിവാദത്തിനിടയാക്കിയത്. എന്നാൽ സർക്കാർ മുഖ്യമന്ത്രിയുടെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമ്പോൾ ഒരു പ്രോട്ടോകോൾ തയ്യാറാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ദേശീയ പതാക ഉയർത്തുന്നത്. അവിടെ പ്രോട്ടോകോൾ വകുപ്പ് GAD വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. പ്രോട്ടോക്കോളിൽ വന്ദേമാതരം ഉൾപ്പെടുത്തിയിട്ടില്ല. സർക്കാർ നിലപാട് അതാണ്. അതുകൊണ്ട് തന്നെ 14 ജില്ലകളിലും ആ രീതിയിൽ തന്നെ 14 ജില്ലകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും അതേ പ്രോട്ടോകോൾ മാത്രമേ പാലിക്കുകയുള്ളൂ. ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം അംഗീകരിക്കില്ല എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. നേരത്തെ CP ജോൺ മന്ത്രി അടക്കം അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇന്നലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കം പറഞ്ഞത് സർക്കാർ പലപ്പോഴും സംഘപരിവാർ അജണ്ടകൾക്ക് കുടപിടിക്കുന്നു, കൂട്ടുനിൽക്കുന്നു. എന്തുകൊണ്ട് ഈ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല? അത് പിൻവലിക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് സർക്കാർ തയ്യാറാകുമോ? ചീഫ് സെക്രട്ടറിയെ തള്ളി ആ ചീഫ് സെക്രട്ടറിയുടെ ആ നിർദ്ദേശത്തിനെ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകുമോ? തിരുത്തിക്കൊണ്ട് പുതിയൊരു കത്ത് തയ്യാറാക്കാൻ ചീഫ് സെക്രട്ടറിയോട് സർക്കാർ ആവശ്യപ്പെടുമെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഏതായാലും വന്ദേമാതരം പാടുന്ന തരത്തിലൊരു പ്രോട്ടോകോൾ ആകില്ല ഈ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംസ്ഥാന സർക്കാരിൽ നിന്ന് സർക്കാർ അസന്ദിഗ്ധമായി വ്യക്തമാക്കുമ്പോഴും വിവാദം അവസാനിക്കുന്നില്ല. എന്തിനാണ് സർക്കാർ നിലപാടല്ലെങ്കിൽ ദേശീയതലത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ എതിർക്കുന്ന ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് സംസ്ഥാനം കോൺഗ്രസ് ഭരിക്കുമ്പോൾ ചീഫ് സെക്രട്ടറി ഇത്തരമൊരു കത്ത് വകുപ്പ് നൽകണമെന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. എങ്ങനെ സർക്കാർ ഇതിനെ പ്രതിരോധിക്കുമെന്നാണ് അറിയേണ്ടത്. ചീഫ് സെക്രട്ടറിയുടെ വിവാദ കത്ത് ആ സർക്കുലർ തിരുത്താൻ അദ്ദേഹം തയ്യാറാകുമോ എന്ന് വരും മണിക്കൂറുകളിൽ വ്യക്തമാകും. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും ഈ സർക്കുലർ പിൻവലിക്കുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ആയുധമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ സർക്കാർ കേന്ദ്രങ്ങളും വളരെ ജാഗ്രതയിലാണ്. വന്ദേമാതരത്തിൻ്റെ ആദ്യ ഭാഗം പാടിയാൽ മതിയെന്നാണ് തങ്ങളുടെ നിലപാടെന്നാണ് മന്ത്രി CP ജോൺ പറയുന്നത്. CMD എന്ന പാർട്ടിയുടെ നിലപാട് കൂടിയാണ് CP ജോൺ, മന്ത്രിസഭാംഗം കൂടിയായ CP ജോൺ പറയുന്നത്. വന്ദേമാതരം മനോഹരമായ ഗാനമാണ്, പക്ഷേ അതിൽ ഭക്തിഗാനത്തിൻ്റെ സ്വരമുണ്ട്. അതിനാൽ വലിയ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.